നിയമസഭയിൽ കള്ളം പറഞ്ഞ ദേവസ്വം മന്ത്രി, അതാണ് ഒരു വശം. ഒന്ന്. രണ്ട്, ഈ കണക്കുകളിലെ പൊരുത്തക്കേടെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. 50 കട്ടിൽ കാണാനില്ല, അത്രേ 15 മേശ കാണുന്നില്ല. ആഗോള അയ്യപ്പ സംഗമത്തിൽ വന്നത് 4000 പേരാണെന്നാണ് സർക്കാരിൻ്റെ തന്നെ കണക്ക്. അന്ന് രാത്രി ഈ അയ്യപ്പ സംഗമം മുഴുവൻ കഴിഞ്ഞ് പോയിട്ട് അന്ന് രാത്രി ഫുഡ് അടിച്ചവരുടെ എണ്ണം 3000, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചവരുടെ എണ്ണം 4000. ഇങ്ങനെ ഒരു തരത്തിലും സാമാന്യ യുക്തിക്ക് ചേരാത്ത രീതിയിലുള്ള, ഞാനിങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് പറഞ്ഞത്, മൊത്തം അബദ്ധ പഞ്ചാംഗമാണ്. ഇതൊന്നും പോരാത്തതിന് GSTയുടെ കാര്യത്തിൽ വളരെ ഗുരുതരമാണ്. ഏതാണ്ട് 62 ലക്ഷം രൂപ GST വഴി നമുക്ക് ഇൻപുട്ട് ക്രെഡിറ്റായി തിരിച്ചു കിട്ടേണ്ടതിന് ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട്, കൃത്യമായി ബില്ലില്ലാത്തതുകൊണ്ട് അത് തിരിച്ചു കിട്ടാനും പോകുന്നില്ല. സർക്കാരിന് അവിടെ നഷ്ടം. ഇതൊന്നും പോരാത്തതിന് നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് ശബരിമലയിൽ ഈ വിഷയമാകുമ്പോൾ കോടതിയിൽ പോയി പറഞ്ഞത് മുഴുവൻ സ്പോൺസർമാർ വഴി വരുമെന്നാണ്. ഇപ്പോഴും എത്ര സ്പോൺസർമാർ വന്നെന്നോ അതിനെക്കുറിച്ച് ഒരു രേഖയും ഒരിടത്തുമില്ല. നിയമസഭയിൽ കൊടുത്തൊരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് 2 പേരാണ്. ഒന്ന് കേരള ബാങ്ക്, മറ്റൊന്ന് ധനലക്ഷ്മി ബാങ്ക്. ഞാൻ മനസ്സിലാക്കുന്ന ഇവർ 2 കോടിയാണ്. എത്ര രൂപയാണെന്നും പറയുന്നില്ല. ബാക്കി സ്പോൺസർമാർ ആരാ, എത്ര തുക കിട്ടി, ഇതെങ്കിലും പറയണ്ടേ? ഇത് വെള്ളരിക്കപ്പെട്ടൊന്നുമല്ലോ. ഇത്രയും വലിയ വിവാദങ്ങളുണ്ടായി, ഇത്രയും സംഭവങ്ങളുണ്ടായ ശേഷവും ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ തുടങ്ങിയ വിവാദം ഇപ്പോൾ 6 മാസം കഴിഞ്ഞ് നിൽക്കുമ്പോൾ കണക്ക് പോലും മര്യാദയ്ക്ക്, ഇത് പൊളിഞ്ഞു പോയെങ്കിൽ കള്ളക്കണക്കെങ്കിലും ഉണ്ടാക്കി വെക്കാനുള്ള ആ ബുദ്ധി പോലും കാണിക്കാതെ പരമാവധി പൊളിഞ്ഞ് പാളീസായി ഒന്നിനും ഒരു രേഖയും ഇല്ലാതിരിക്കുകയാണ്.